സംസ്ഥാന DGPയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെട്ട ഭൂമി വിൽപ്പന അത് വിവാദമായതോടെ ഒത്തുതീർത്ത് മുഖം രക്ഷിക്കാനുള്ള നീക്കം നടക്കുകയാണ്. പരാതിക്കാരനായ പ്രവാസിക്ക് മുഴുവൻ തുകയും പലിശയും തിരിച്ചു നൽകാനാണ് ശ്രമം. DGP നടത്തിയ ഭൂമി ഇടപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ഇതാദ്യമായാണ് കേരളത്തിലെ ഒരു പോലീസ് മേധാവിക്കെതിരെ ഇത്ര ഗുരുതര പരാതി വരുന്നതും കോടതിയിൽ നിന്ന് അസാധാരണ ഇടപെടൽ ഉണ്ടാകുന്നതും. പോലീസ് മേധാവി തന്നെ വിശ്വാസവഞ്ചന കേസിൽ പ്രതിക്കൂട്ടിലാകുന്നു. ഭൂമിയുടെ പേരിലുള്ള ലോൺ വിവരം മറച്ചുവെച്ച് വിൽപ്പന കരാർ ഉണ്ടാക്കിയത് ഗുരുതര കുറ്റം. അതിലും ഗൗരവമേറിയതാണ് ആദായ നികുതി വകുപ്പിന്റെ മാർഗരേഖ മറികടന്ന സ്വന്തം ചേംബറിൽ 5 ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റിയത്. DGP നടത്തിയ ക്രമക്കേടിനെ കുറിച്ച് അക്കമിട്ട് നിരത്തിയുള്ള പരാതി നേരത്തെ ലഭിച്ചിട്ടും അനങ്ങാത്ത മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല. കഴിഞ്ഞ മാസം 24-നാണ് പ്രവാസിയായ ഉമർ ഷെരീഫ് മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയത്. പരാതി കൈപ്പറ്റിയ ശേഷം തുടർ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. കോടതി ഉത്തരവ് അടക്കമുള്ള തെളിവുകളോടെയായിരുന്നു പരാതി. അതിനു മുന്നേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പരാതിക്കാരൻ ഉമർ ഷെരീഫ് കത്ത് നൽകി. പക്ഷേ സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ശശി വിവരം പൂഴ്ത്തിയത്. ഈ പരാതി നിലനിൽക്കെയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന് സർവീസ് കാലാവധി നീട്ടിയത്. ഭൂമി വിവാദത്തിൽ സർക്കാരും സേനയും ഒരുപോലെ വെട്ടിലായതോടെയാണ് അതിവേഗത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ. ഉമർ ഷെരീഫിൽ നിന്ന് കൈപ്പറ്റിയ 30 ലക്ഷം രൂപ ഉടൻ കൈമാറി കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമം. പണം നൽകുന്ന മുറയ്ക്ക് പരാതിക്കാരൻ കോടതിയെ ഇക്കാര്യം അറിയിച്ച് പിന്മാറും. അതേസമയം ഇന്റലിജൻസും പരാതിയിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. പരാതിയിന്മേൽ പരാതിക്കാരിൽ നിന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. പണം നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചാലും പ്രശ്നം തീരുന്നില്ല. നിയമം നടപ്പിലാക്കാൻ ബാധ്യതയുള്ള സേനയുടെ തലപ്പത്തുള്ളയാൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്നത് അതീവ ഗൗരവമേറിയ പ്രശ്നം തന്നെ. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.